സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹൗ ടു സ്റ്റാർട്ട് എ ഗപ്പി ഫാം എന്ന സീരീസിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയൊരു നല്ലൊരു പെയർ ഗപ്പീനെ സെലക്ട് ചെയ്യലും ഏത് ടൈപ്പ് സെലക്ട് ചെയ്യലും എന്നതിൻ്റെ A to Z കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് പൂർണ്ണമായും അലങ്കാര മത്സ്യകൃഷികളുടെ ക്വാളിറ്റിയോടെ വളർത്തുന്നതും ബ്രീഡിങ്ങും അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാനൊന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം തന്നെ ഒരു ഫാമിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ ഫാമിലെ ബ്രീഡർ അവിടെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്താണോ വളർത്തുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കുക. അഥവാ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഒറിജിനലായ ഒരു ബ്രീഡർ ക്വാളിറ്റിയോടെ വളർത്തുന്നവർ എന്തായാലും മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്താണ് വളർത്തുന്നത്. അഥവാ നിങ്ങൾ കടയിൽ പോയാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്പർ 1 എന്ന് പറയുന്നത് അതിന് ഫംഗസ് ഇല്ലാണ്ടെന്ന് നോക്കുക. ഫംഗസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വാലിന് വേറെ വല്ല വെള്ള കുത്തോ അല്ലാണ്ട് മേത്തോ എന്തെങ്കിലും ഗപ്പികൾക്ക് മേത്തോ വാലിലോ എന്തെങ്കിലും കുത്തുകളോ എന്തെങ്കിലും കുഴപ്പം കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. പിന്നെ ഡിസീസ് എന്ന് പറയുമ്പോൾ ഫിൻറോട്ട് അങ്ങനെ കുറേ അസുഖം വരുന്നുണ്ട്. ഫിൻറോട്ട് എന്ന് പറയുന്നത് വാലൊട്ടൽ, അങ്ങനത്തെ ഗപ്പികളെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഫീമെയിലിൻ്റെ പുറകിൽ ഇങ്ങനെ മെയ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടിപ്പിടിക്കുന്ന മെയിൽസിനെയും പിന്നെ ഫീമെയിൽസിനെയും ഇതിനെല്ലാത്തിനെയും എപ്പോഴും നല്ല ആക്റ്റീവ് ഉള്ളതായിട്ട് നോക്കി എടുക്കുക. പിന്നെ മെയിലിനെ എടുക്കുമ്പോൾ ഒരിക്കലും ഓവർ വാലുള്ളത് എടുക്കരുത്. ഓവർ വാലുള്ളത് എടുത്താലുള്ള കുഴപ്പം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാറുണ്ട് ഈ ഒരു ഫീമെയിൽ ഫിഷിൻ്റെ പുറകിൽ മെയിൽ ഓടുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് തമ്മിൽ മെയ്റ്റ് ആവുന്നതാണ് അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഒരിക്കലും ഓവറായിട്ടുള്ള വാലെടുക്കരുത്. ഓവറായിട്ടുള്ള വാലെടുത്താലുള്ള കുഴപ്പം ഈ ഒരു ഫീമെയിലിൻ്റെ പുറകിൽ മെയ്റ്റ് ആവാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു നോർമൽ വാല്, ഒരിക്കലും ഓവറായിട്ടുള്ളതും പിന്നെ ചെറുതും എടുക്കരുത്. എപ്പോഴും നല്ല കറക്റ്റായിട്ടുള്ള ഒരു ലെവൽ എടുക്കുക. പിന്നെ ഫീമെയിൽ ഫിഷിനെ എടുക്കുമ്പോൾ ഒരിക്കലും നാളെയോ മറ്റന്നാളോ ബ്രീഡാവാനുള്ളത് എടുക്കരുത്. ബിക്കോസ് അതിൻ്റെ കുഴപ്പം എന്ന് പറയുന്നത് പെട്ടെന്ന് വെള്ളം മാറുമ്പോൾ ഫീമെയിൽ ഫിഷ് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു നോർമൽ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ബ്രീഡാവണോ ആ ഒരു സൈസ് എടുക്കുക. പിന്നെ ഈ ഏത് വെറൈറ്റി ഗപ്പിനെ എടുക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ഗപ്പികളെന്ന് പറയുമ്പോൾ തന്നെ ഗപ്പികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു ഗപ്പിയാണ് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ എന്ന് പറയുന്നത്. വർഷങ്ങളായി നമ്മളുടെ ഈ ഒരു അലങ്കാര മത്സ്യകൃഷി അഥവാ ഗപ്പീൻ്റെ ഒരു മാർക്കറ്റിങ്ങിൽ പിടിച്ചു നിൽക്കുന്നൊരു ഗപ്പിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് പ്ലാറ്റിനം റെഡ് ആണ്. കൂടുതലും ഡെംബോയർ ഗപ്പികളാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഗപ്പികൾ തന്നെ ഡെൽറ്റ, ഹാഫ് മൂണ്, ഡെംബോയർ അങ്ങനെ പലതും പെടുന്നുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ഡെംബോ ഇയർ ഗപ്പികളാണ്. അതുകൊണ്ട് മാക്സിമം ഡെംബോ ഇയർ ഗപ്പികൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.